ഈ വിനയചന്ദ്രൻ എന്ന് പറയുന്നവൻ സാമ്പത്തിക ക്രമക്കേടിൽപ്പെട്ട് ജയിൽ കിടന്നപ്പോൾ തന്നെ ഈ ബന്ധം നമ്മൾ ഒഴിവാക്കണമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അറിവ് വെച്ച് ഇന്നലെ രാത്രി മുതൽ ഈ വിനയചന്ദ്രനെ കാണാനില്ലെന്നാണ് അറിവ്. ഏയ്, ഒരിക്കലുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ. അല്ല മോനെ, അല്ല. നീ നോക്ക്, ഈ അങ്കിളിന് ഇത്തരം സീക്രട്ട് ഇൻഫർമേഷൻ തരാനുള്ള ഏജന്റന്മാര് എല്ലാ സ്ഥലത്തുമുണ്ട്. അവനെ കാണാനില്ല എന്നുള്ളത് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. കള്ളം. അങ്ങനെ ഉണ്ടെങ്കിൽ വിമല എന്നെ വിളിച്ച് പറയുമായിരുന്നു. അവക്കത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അവൾക്ക് എങ്ങനെയെങ്കിലും നിന്നെ കിട്ടിയാ മതി, അത്ര തന്നെ. സ്വന്തം ഏട്ടൻ എവിടെ പോയി ചത്താലും അവൾക്കൊരു പ്രശ്നമില്ല. ഇക്കാര്യം നമ്മൾ അറിഞ്ഞാൽ കല്യാണം മുടങ്ങുമോ എന്ന് പേടിച്ചാണ് ആരും പറയാത്തത്. ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ അത് മുഹൂർത്തത്തിന് മുമ്പ് എത്തിക്കാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞാൻ അന്നേ പറഞ്ഞതാ നമുക്ക് ഈ ബന്ധം വേണ്ടാന്ന്. അപ്പൊ നീ കേട്ടില്ലല്ലോ. കള്ളന്മാരുടെ കുടുംബത്തിലെ പെണ്ണിനെയാണല്ലോ വല്യേട്ടാ എന്റെ മോൻ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ഇനിയും പരിഹാരം കാണാന്നേ. ഇപ്പോൾ വിചാരിച്ചാലും ഈ ബന്ധം വേണ്ടാന്ന് വെക്കാവുന്നതല്ലേ ഉള്ളൂ. ചെക്കമ്പടിനെ താലി കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. മതി. നിങ്ങളെന്താ കല്യാണം നടത്താനാണോ മുടക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നീ അങ്ങനെ പറയരുത്. കല്യാണം മുടക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാ ഇവിടെ വരെ വന്നിരിക്കുന്നത്? എടാ മണ്ട, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? പെണ്ണിന്റെ ഏട്ടനെ കാണാനില്ല. സ്വന്തം രക്തത്തിന് എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാൻ പറ്റും? ആരറിഞ്ഞാലും ഇല്ലെങ്കിലും മുഹൂർത്തമാകുമ്പോഴേക്കും വിനയേട്ടങ്ങ് എത്തും, എനിക്ക് ഉറപ്പാണ്. വന്നില്ലെങ്കിൽ ഈ ബന്ധം നീ വേണ്ടാന്ന് വെക്കോ? എന്തു പറയുന്നു? അതിന് ഞാൻ വിനയേട്ടന്റെ കഴുത്തിലല്ല, വിമലയുടെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടുന്നത്. ആര് വന്നാലും പോയാലും താലികെട്ട് നടക്കാൻ വധൂവരന്മാര് മാത്രം മതി. ആ രണ്ടുപേരും ഇപ്പൊ ഇവിടെ ഉണ്ട്. എന്താ അതുപോലെ? അത് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വരാം. ഈ കല്യാണം നടക്കും, നടത്തും, അത്ര തന്നെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.